സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റിക്കൊന്ന സംഭവത്തിൽ പ്രതികളുടെ മൊഴിയുടെ വിശദാംശങ്ങൾ 24-ന്. അജ്മൽ ക്രിമിനൽ ആണെന്ന് അറിഞ്ഞിരുന്നില്ല എന്നാണ് ഡോക്ടർ ശ്രീകുട്ടിയുടെ മൊഴി. മദ്യം ഉപയോഗിക്കാറുണ്ടെന്നും ശ്രീകുട്ടി പോലീസിനോട് പറഞ്ഞു. ഭയം കൊണ്ടാണ് താൻ വാഹനവുമായി രക്ഷപ്പെട്ടത് എന്ന് അജ്മൽ മൊഴി നൽകി. പിന്തുടർന്നവരിൽ ചിലരുമായി തനിക്ക് വ്യക്തിവൈരാഗ്യമുണ്ടായിരുന്നുവെന്നും അജ്മൽ പോലീസിനോട് പറഞ്ഞു. അരുൺ രാജ് കൊല്ലത്തുനിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, എന്താണ് ഇവരുടെ മൊഴിയിൽ പറയുന്നത്? വേണു, മൈനാഗപ്പള്ളിയിൽ കാർ കയറ്റി യുവതിയെ കൊന്ന സംഭവത്തിലാണ് ആ കൊലപാതകത്തിൽ പ്രതികളുടേതായ മൊഴികളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 24 വാർത്തയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത്. തനിക്ക് അജ്മൽ ക്രിമിനലായിരുന്നുവെന്ന് അറിയില്ലായിരുന്നുവെന്ന പ്രധാനപ്പെട്ട മൊഴിയാണ് ഈ ഡോക്ടർ ശ്രീകുട്ടി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. സിനിമ കൊറിയോഗ്രാഫറാണെന്നാണ് അജ്മൽ തന്നെ പരിചയപ്പെടുത്തിയത്. ഈ പരിചയമാണ് പിന്നീട് ആഴത്തിലുള്ള സൗഹൃദത്തിലേക്കടക്കം കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത് എന്നുകൂടി ശ്രീകുട്ടി പോലീസിന് മുമ്പാകെ മൊഴി നൽകിയിട്ടുണ്ട്. മദ്യം തങ്ങൾ ഉപയോഗിക്കാറുണ്ട് എന്ന കാര്യവും ശ്രീകുട്ടിയും അജ്മലും പോലീസിനോട് സമ്മതിച്ചു. പണവും സ്വർണവും നൽകിയത് അജ്മൽ ആവശ്യപ്പെട്ട പ്രകാരമാണ്. അത് സ്വന്തം ഇഷ്ടപ്രകാരം താൻ കൊടുക്കുകയായിരുന്നു. ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് അജ്മൽ പറഞ്ഞ ഘട്ടത്തിലാണ് ഈ ഇത്തരം സ്വർണവും പണവും എല്ലാം താൻ കൊടുത്തത്. അത് 2 മാസത്തിനിടയിൽ 8 ലക്ഷത്തിലധികം രൂപ ഇത്തരത്തിൽ പണമായും സ്വർണമായും താൻ നൽകിയിട്ടുണ്ട് എന്നുകൂടി ശ്രീകുട്ടി സമ്മതിക്കുന്നുണ്ട്. അപകട സമയത്ത് തന്നെ രക്ഷപ്പെടുത്തണമെന്ന് താൻ അജ്മലിനോട് ആവശ്യപ്പെട്ടു എന്നതാണ് ശ്രീകുട്ടി നൽകിയിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മൊഴി. തന്റെ ഐഡന്റിറ്റി പുറത്തു വരാതിരിക്കാനായിരുന്നു, ഇതിന്റെ ഭാഗമായിരുന്നു ഇത്തരം താൻ ആവശ്യപ്പെട്ടത്. ഭയം കൊണ്ടാണ് താൻ വാഹനവുമായി അവിടെ നിന്ന് കടന്നു കളഞ്ഞത് എന്നതാണ് അജ്മൽ എന്നാൽ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. പിന്തുടർന്നവർ ചിലർക്ക് തന്നുമായി വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നു. അവരെ തനിക്ക് വ്യക്തമായി അറിയാമായിരുന്നു. അവർ തന്നെ ഉപദ്രവിക്കുമെന്ന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് താൻ വാഹനവുമായി അവിടെ നിന്ന് കടന്നു കളഞ്ഞതെന്ന മൊഴിയാണ് അജ്മലും നൽകിയിട്ടുള്ളത്. എന്തായാലും അജ്മലും ഡോക്ടർ ശ്രീകുട്ടിയും നിരവധി തവണ നിരവധി ഇടങ്ങളിൽ യാത്ര ചെയ്തു എന്ന വിവരം നിലവിൽ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എറണാകുളത്തടക്കം ഇവർ യാത്ര ചെയ്തായുള്ള വിവരം കൂടി പോലീസിന്റെ പക്കലേക്ക് എത്തുന്നു. വാടക വീട്ടിൽ വെച്ച് പലപ്പോഴും ഇവർ ലഹരി ഉപയോഗിക്കാറുണ്ട് എന്നത് സംബന്ധിച്ച വ്യക്തമായ തെളിവ് നിലവിൽ അന്വേഷണ സംഘത്തിന് മുമ്പിലുണ്ട്. ശ്രീകുട്ടി ജോലി ചെയ്ത വല്യത്ത് ഹോസ്പിറ്റൽ, കൊല്ലം വല്യത്ത് ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി വല്യത്ത് ഹോസ്പിറ്റലിലെ സ്ഥിരം സന്ദർശകനായിരുന്നു അജ്മൽ എന്നാണ് ജീവനക്കാരുടേതായ മൊഴി. അജ്മലിന്റെ മൊബൈൽ ഫോൺ കണ്ടെത്താനുള്ള നീക്കം കൂടി ഇപ്പോൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. കാരണം അജ്മൽ ഈ സംഭവത്തിന് ശേഷം ഒളിവിൽ പോവുകയും അജ്മലിന്റെ മൊബൈൽ ഫോൺ പിന്നീട് കാണാതാവുകയും ചെയ്തു. ഈ മൊബൈൽ ഫോണിലെ വിശദാംശങ്ങൾ കൂടി കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. ഈ മൊബൈൽ ഫോണിലെ വിവരങ്ങൾ കൂടി കണ്ടെത്തിയാൽ ലഹരി ഇടപാടുകൾ സംബന്ധിച്ച് ഇവരുടെ കൂടുതൽ വിശദാംശങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് നിലവിൽ പോലീസിനുള്ളത്. എന്തായാലും പ്രതികളുടെ മൊഴികൾ പ്രാഥമികമായി ഇപ്പോൾ ഇങ്ങനെയാണ്. ഈ മൊഴികൾ കൂടുതൽ അന്വേഷണവും കൂടുതൽ പരിശോധനയും ആവർത്തിച്ചുള്ള മൊഴിയെടുപ്പും വരും ദിവസങ്ങളിൽ ഉണ്ടാവും. നാളെയാണ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കുക. കോടതിയിൽ ഹാജരാക്കിയാൽ ഉടൻ തന്നെ 2 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം. ശരി, കൊല്ലത്ത് കാർ കയറ്റിക്കൊന്ന കേസിലെ പ്രതികളുടെ മൊഴിയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ 24 ലഭിച്ചിരിക്കുന്നത്. അരുൺ രാജാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.